സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷിൻ്റെ നിലാവ് മാത്രമല്ല. അത്താഴമെടുക്കട്ടെ ഗൗതം, ഇറയത്ത് നിന്ന് കേട്ട ചോദ്യമാണ് ഉണർത്തിയത്. വളരെ നേരമായി താൻ ഈ മുറ്റത്ത് തന്നെ ഇരിപ്പായിരുന്നു എന്ന് അപ്പോഴാണ് ഗൗതം രാഘവൻ ഓർത്തത്. രഘുവേട്ടൻ വന്നോ? ഇറയത്ത് തന്നെ നോക്കി നിന്ന സുജാതയോട് അയാൾ ചോദിച്ചു. രഘുവേട്ടൻ വന്നു, കുളിയും കഴിഞ്ഞു. നീ എണീറ്റ് വാ, രണ്ടാൾക്കും ഒന്നിച്ചിരിക്കാം. കുട്ടികൾ മാമൻ്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് കുറേ കാത്തു. മനുമോൻ 2-3 വട്ടം നിൻ്റെ അടുത്ത് വന്ന് നോക്കുകയും ചെയ്തു. നല്ല ഉറക്കമായിരുന്നു നീ. ചാരുകസേര മുറ്റത്തേക്ക് എടുത്തിട്ട് തന്നത് 2 പേരും കൂടിയായിരുന്നു. ഗൗതം ഓർത്തു. എത്രയോ നാളുകൾക്ക് ശേഷം ഗൗതം മാമനെ കണ്ട് സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. ശരിയാണ്, വർഷം 2 കഴിഞ്ഞിട്ടുണ്ടാവും ഈ വഴി വന്നിട്ട്. 2 വർഷം വലിയൊരു കാലയളവാണെന്ന് മനസ്സിലായത് മനുവിൻ്റെയും മിനിക്കുട്ടിയുടെയും വളർച്ച കണ്ടപ്പോഴാണ്. കുട്ടികൾ എത്ര വേഗം വളരുന്നു. എണീറ്റ് വാടാ, രാഘുവേട്ടൻ നിന്നെ കാത്തിരിപ്പാ, സുജാത വീണ്ടും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. എന്നിട്ട് കസേരയിൽ തന്നെ അങ്ങനെ കിടക്കാനാണ് അയാൾക്ക് തോന്നിയത്. ഗർഭപാത്രത്തിൻ്റെ സുരക്ഷിതത്വം തരുന്നുണ്ട് ചാരുകസേര. ഇതിൽ നിന്ന് മാറിയാൽ പൊക്കിൽ കൊടി മുറിഞ്ഞ അവസ്ഥയാവുമെന്ന് ഗൗതമിന് തോന്നി. ഈ കസേര മാത്രമല്ല, ഈ കൂടപ്പിറപ്പും തനിക്ക് അങ്ങനെ തന്നെ. ഗൗതം രാഘവൻ ഓർത്തു. അമ്മയുള്ളപ്പോഴും അടുപ്പം സുജാത ചേച്ചിയോടായിരുന്നു. മദ്യപാനിയായ ഭർത്താവുമായി ശണ്ടയും മനോവേദന പോക്കാൻ ക്ഷേത്രദർശനവും. അതുമാത്രമായിരുന്നു അമ്മയുടെ ദിനചര്യ. വീട് മുന്നോട്ട് പോയത് സുജാത ചേച്ചിയുടെ കഴിവുകൊണ്ട് മാത്രം. താഴെയുള്ള കുട്ടിയെ സുജാത ചേച്ചിയെ ഏൽപ്പിച്ച് അമ്മ 24 മണിക്കൂറും ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് മാറി. അങ്ങനെയാണ് 14-ാം വയസ്സിൽ തന്നെ മൂത്ത കുട്ടി ഇളയച്ഛൻ്റെ അമ്മയായത്. ഇന്നും തന്നെ ശാസിക്കാറുണ്ട് സുജാത ചേച്ചി. അതുകൊണ്ട് ഗുണമില്ലെന്നറിയാമെങ്കിലും. ഗൗതം രാഘവൻ എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. രഘുവേട്ടൻ കഴിച്ചു തുടങ്ങിയിരുന്നു. ആളങ്ങനെയാണ്, പ്രകടനങ്ങളൊന്നുമില്ല. ആദ്യം കാണുന്നവർക്ക് അയാൾ മുരടനും പരിക്കനുമാണെന്ന് തോന്നും. ഞാൻ ലേശം ഉറങ്ങിപ്പോയി രഘുവേട്ടാ, ക്ഷമാപണ സ്വരത്തിൽ ഗൗതം പറഞ്ഞു. അടുത്തിരുന്ന് ചോറിൽ കൈവച്ചതും മുഖമുയർത്താതെ രഘു ചോദിച്ചു. മതിയാക്കാറായില്ലേ ഈ തെണ്ടിത്തിരിയൽ? ഗൗതം മിണ്ടിയില്ല. സ്വന്തം ഭാവിയാ കുളമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അപ്പോൾ സുജാത ഇടപെട്ടു. അവൻ്റെ കുറ്റമാണോ? എല്ലാം അറിയുന്നയാളാ ഇങ്ങനെ ചോദിക്കുന്നത്. എല്ലാം അറിയാമിടി, അതുകൊണ്ട് തന്നെയാ ചോദിച്ചതും. വർഷം 5 ആയില്ലേ അനാഥനെ പോലുള്ള ഇവൻ്റെ ഈ ജീവിതം. ഒന്നിച്ച് ജീവിക്കാൻ വയ്യെന്ന് ബോധ്യമായിട്ടും പിന്നെന്തിനാ നീ ഡിവോഴ്സിന് ശ്രമിക്കാത്തത്? എത്രയും വേഗം അതിന് തലയൂരിയല്ലേ വേണ്ടത്? അതോ അങ്ങനൊരു ചിന്തയേ ഇല്ലേ ഇപ്പോൾ? ഗൗതം ഒന്നും മിണ്ടിയില്ല. സുജാത അനുകമ്പയോടെയും വേദനയോടെയും അനുജനെ നോക്കി. അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല, വെറുതെ ചോറിൽ വിരലോടിച്ചിരിപ്പാണ്. ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത്? അവൻ വല്ലതും കഴിച്ചോട്ടെ. വല്ലതും കഴിക്കും. ഒരു രാത്രി ഇവിടെ ഉറങ്ങും, എന്നിട്ട് നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പോകും. പിന്നെയും ഒരു ലക്ഷ്യബോധമില്ലാത്ത ലോകസഞ്ചാരം. ഇതാണല്ലോ പതിവ്. ഇതിനവസാനം വേണ്ടടി. വേണ്ടെന്ന് ആര് പറഞ്ഞു? പക്ഷേ ആഹാരത്തിൻ്റെ മുമ്പിലല്ല ഇതൊക്കെ പറയേണ്ടതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ല, ഞാനൊന്നും ഇനി മിണ്ടുന്നില്ല, നിർത്തി. രഘു ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് എഴുന്നേറ്റ് പോയി. അല്പം എന്തോ തിന്നെന്ന് വരുത്തി. ഗൗതമും എഴുന്നേറ്റു. വീണ്ടും മുറ്റത്തെത്തി. ചാരു കസേരയിൽ ഒതുങ്ങി. അപ്പോൾ ഓർക്കരുതെന്ന് ആഗ്രഹിച്ച് അടച്ചു മൂടി വെച്ച അധ്യായം എത്ര വിലക്കിയിട്ടും മൂടി തുറന്ന് അയാൾക്ക് മുമ്പിലെത്തി. സിംഹം അലറും പോലെ കുറച്ച് സാവധാനം കെടുത്തുന്ന ഒരു വളർത്തുനായിയുടെ മുഖമാണ് ആദ്യം തെളിയുന്നത്. ഒരാൾ മാത്രമേ ആ വീട്ടിൽ അതിന് പേടിയുള്ളൂ, മഞ്ജുവിനെ. ഏതർച്ചയും ജിമ്മി എന്നവളുടെ വിളിയിൽ വാലുമടക്കും. രൂക്ഷമായ നോട്ടത്തിൽ സിംഹം എലിയാവും. രോഷം കത്തുമ്പോൾ അതേ നോട്ടമാണ് തൻ്റെ നേർക്കും പറക്കുക. അത് ഭാര്യ ഭർത്താവിനെ നോക്കുന്ന നോട്ടമല്ല, കാളി ദാരികനെ നോക്കുന്ന നോട്ടം. 2 കൊല്ലം മുമ്പാണ് അവളെ ഏറ്റവും ഒടുവിൽ കണ്ടത്. കാസർഗോഡ് ഒരു കവിയുടെ പുസ്തക പ്രകാശനത്തിനെത്തിയപ്പോൾ. തീപ്പൊരി പോലെയായിരുന്നു ആ ഫോൺ കോൾ. എവിടെയാ ഗൗതം? എത്ര നാളായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും ഒന്ന് വരാൻ പാടില്ലേ? ഗൗതം മറന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ഗൗതമിൻ്റെ ഭാര്യയായി ഞാനൊരു മീറ്റിങ്ങിലാണ് മഞ്ജു. ഓ, എൻ്റെ പേര് മറന്നിട്ടില്ല, നന്ദി. എപ്പോഴാണ് ഇവിടെ എത്തുന്നത്? എന്താ മിണ്ടാത്തത്? വരാൻ ഉദ്ദേശമില്ല അല്ലേ? വരാം. എപ്പോൾ? 2 ദിവസം കഴിഞ്ഞ്.
പറ്റില്ല, നാളെ തന്നെ വരണം. എനിക്കുടനെ കാണണം. ഐ മിസ് യു സോ മച്ച്. പലപ്പോഴും അതേമാതിരി ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദത്തിലും ആവേശത്തിലും അവൾ വിളിച്ചിട്ടുണ്ട്. താൻ ചെന്നിട്ടുമുണ്ട്. ഒരു ദിവസം, ചിലപ്പോൾ 1 മണിക്കൂർ. അതിനുള്ളിൽ തന്നെ വേഷപ്പകർച്ചയുണ്ടാവുകയും താൻ പടിയിറങ്ങി പോരുകയും ചെയ്യും. വീണ്ടും ഒരു പരീക്ഷണം വേണോ എന്ന് ചിന്തിച്ചെങ്കിലും തുടർച്ചയായി 4-5 വട്ടം ഫോൺ വന്നപ്പോൾ പോകാൻ തന്നെ ഉറച്ചു. തുടക്കം എല്ലാം പതിവ് പോലെയായിരുന്നു. കെട്ടിപ്പിടുത്തം, ചുംബനം, പരാതി, പരിഭവം. പാതിരാവിലെപ്പോഴോ പെട്ടെന്നാണ് ലൈറ്റിട്ടെണീറ്റത്. ചോദ്യവും, ഏതവള നിങ്ങളുടെ പുതിയ ഭാര്യ? പറയാൻ ഒരു നക്ഷത്രത്തിൻ്റെ തരി പോലുമില്ലാത്ത കറുപ്പ് കട്ട പിടിച്ച നടുരാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ മനസ്സ് പ്രതിജ്ഞയെടുത്തു. ഇനിയില്ല, ഒറ്റയ്ക്കാണിനി, മരണം വരെയും. അതിനുശേഷം ഇത് 3-ാം വർഷം. രഘുവേട്ടൻ പറഞ്ഞതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചൂടെ നിനക്ക് ഇനിയെങ്കിലും? ചോദ്യം കേട്ട് 2 കൊല്ലം മുമ്പത്തെ ആ പാതിരാവിലെ ഇരുട്ടിനേക്കെന്ന പോലെ ഗൗതം രാഘവൻ മിഴിച്ചു നോക്കി. എന്ത്? അയാൾ കണ്ടു. മഞ്ജുവിനെയല്ല, സുജാത ചേച്ചിയാണ് മുമ്പിൽ. നമുക്കത് വേണ്ടെന്ന് വയ്ക്കാം ഗൗതം. അവളെ നിനക്ക് വേണ്ട. വേറെ നല്ലൊരു ബന്ധം, നിന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു കുട്ടി, സംശയരോഗമില്ലാത്തൊരു കുട്ടി, അതുണ്ടാവും എവിടെയെങ്കിലും. ചേച്ചിക്ക് ഉറപ്പുണ്ട്. ഡിവോഴ്സിന് നീ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം. എന്താ നീ മിണ്ടാത്തത്? മറുപടി ഒന്നും വരാതായപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ സുജാത തിരിഞ്ഞു നടന്നു. മുറ്റത്ത് അയാൾ മാത്രമായി. കണ്ണടച്ചു കിടന്നും ഒരു കോളേജ് ഓഡിറ്റോറിയം അകലെ എങ്ങോ കാണുന്നു. താൻ പ്രസംഗിക്കുന്നു. പ്രസംഗം കഴിഞ്ഞ് കാറിനോടടുത്ത് നീങ്ങുമ്പോൾ തിടുക്കപ്പെട്ട് പുറകിലെത്തുന്ന ചെരുപ്പിൻ്റെ ഒച്ചകൾ. ഇടിമിന്നലിൽ പോലൊരു പെൺകുട്ടി അതിമനോഹരമായി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാനാണ് സാറിനെ വിളിക്കാൻ പ്രസ് ചെയ്തത്. മറ്റൊരിക്കൽ ഫോണിൽ ചോദിക്കുന്നു, ഇടയ്ക്ക് വിളിച്ചാൽ ശല്യമാകുമോ? പിന്നെ ദിഗുഞ്ചത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ. വിവാഹം ഉദ്ദേശിച്ചിരുന്നില്ലേ സാർ ഈ ബന്ധത്തിൽ? രേഖ പറഞ്ഞതുപോലെ പല റീഡേഴ്സിലൊരാൾ, പല ആരാധകരിലൊരുവൾ. അങ്ങനെ എന്നെ കണ്ടിരുന്നുള്ളൂ. ഒടുവിൽ നികുഞ്ചത്തിൻ്റെ ഗേറ്റ് കടന്ന് തൻ്റെ കൈ തട്ടിമാറ്റി ഒരു തീജ്വാല പോലെ അവൾ ഓടിമറയുന്നു. അതിനുശേഷം ഇതാ 91 ദിവസങ്ങൾ കടന്നുപോയി. ഗൗതം രാഘവൻ ഓർമ്മിച്ചു. മറ്റൊരോർമ്മയും തന്നെ ഇത്രത്തോളം കുത്തിനോവിച്ചിട്ടില്ല. ഒന്നും അവളോട് പറയാനായില്ല. ഒന്നും അവൾ മനസ്സിലാക്കിയില്ല. അവളുടെ മനസ്സിൽ ഗൗതം രാഘവൻ കപടനാട്യക്കാരനായി. വിവാഹിതനാണെന്ന സത്യം ഒളിപ്പിച്ചവൾ. ചതിയൻ. ഇരുട്ടിലേക്ക് നോക്കി ഗൗതം രാഘവൻ കിടന്നു. രേഖയുടെ വിവാഹം കഴിഞ്ഞു. രേഖ വിനയചന്ദ്രനായി. ഒന്നിച്ചുള്ള ബഹിരാകാശ യാത്രയിൽ യാത്രാപേടകത്തിൽ നിന്ന് പെട്ടെന്ന് താൻ മാത്രം പുറത്തേക്കെറിയപ്പെട്ടതായാണ് ഗാഥയ്ക്ക് തോന്നിയത്. കാൽ കുത്താൻ ഭൂമിയില്ല. സ്പേസിൽ, അനന്തമായ അർത്ഥശൂന്യതയിൽ ഇനി അങ്ങോട്ട് താൻ ഒറ്റയ്ക്ക്. ഗാഥ കരഞ്ഞുപോയി. പഴയതൊന്നും ഇനി ഓർക്കരുത്. മുമ്പ് പലവട്ടം പറഞ്ഞത് കാറിൽ കയറും മുമ്പ് രേഖ ആവർത്തിച്ചു. ഭാവിയാണ് ഇനി പ്രധാനം. ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല, കൂടെ ഞാനുണ്ടാവും എന്നും. ഹാപ്പി മാരീഡ് ലൈഫ്. ഇതേ ആശംസ നിനക്ക് തിരിച്ചു തരാൻ ദൈവം ഉടൻ തന്നെ അവസരമുണ്ടാക്കട്ടെ. തീർച്ചയായും ഉണ്ടാവും. എന്നെ ഇത്രയൊക്കെ അകമഴിഞ്ഞ് സഹായിച്ച ദൈവം അതുകൂടി ചെയ്തു തരില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രിയല്ലേ താൻ? ചോര പൊടിയുന്ന മുറിവ് പോലെയുള്ള ഗാഥയുടെ ചിരിയിലേക്ക് നോക്കിയാണ് രേഖ യാത്രയായത്. കൊച്ചിയിലെത്തി 3 ദിവസം കഴിഞ്ഞ് രേഖ വിളിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ശബ്ദം കേട്ടതെന്നാണ് ഗാഥയ്ക്ക് തോന്നിയത്. അത്രയും ഉണ്ടായിരുന്ന രേഖ അവളിൽ അവശേഷിച്ച് പോയ ശൂന്യത. ഇവിടെയെല്ലാം ആകെ ഡിസോർഡറായിരുന്നു ഗാഥേ. ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് നിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് താമസിച്ചത്. നീ ക്ഷമിക്കണേ. രേഖ തുടർന്നു. കടവന്ത്രയിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. വിനിയേട്ടൻ്റെ പത്രം ഓഫീസ് നോർത്തിലും കലൂരിൽ. എങ്ങനെ കൊച്ചി ലൈഫ്? ഓ, വലിയ ചേഞ്ചാകാതെ തോന്നുന്നത്. നമ്മൾ ജീവിച്ച പാവം ഗ്രാമാന്തരീക്ഷത്തിൻ്റെ നേർവിപരീതം. മെട്രോ നഗരമല്ലേ, എപ്പോൾ നോക്കിയാലും തിരക്ക്, വണ്ടികളുടെ ഒച്ചപ്പാട്. മെട്രോ സ്റ്റേഷൻ പണിയിലെ ട്രാഫിക് ജാം കൂടിയായപ്പോൾ കംപ്ലീറ്റായി. 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ദൂരത്തിന് 4 മണിക്കൂർ. പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇറങ്ങിയാൽ വട്ടുപിടിക്കും. പക്ഷേ നല്ലതല്ലേ ഈ മാറ്റം? ഗാഥ ചോദിച്ചു. എനിക്കല്ല, നിനക്കാണൊരു മാറ്റം ആവശ്യം. നോ, അത്യാവശ്യം. അതെ, ഇവിടുത്തെ ഈ നിശബ്ദത ഭീകരമാണ്. ഭ്രാന്ത് പിടിപ്പിക്കുന്ന തിരക്കാണ്.
ഒച്ചപ്പാടാണ് എനിക്കിപ്പോൾ ആവശ്യം. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. ബാങ്ക് ടെസ്റ്റുകൾക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. മാറ്റം എന്നതുകൊണ്ട് ജോലിക്കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാനുള്ള മനസ്സ്, ഏകാഗ്രത, അതെങ്ങനെയും നീ നേടിയെടുത്തേ പറ്റൂ. PG പാതി വഴിയിലിട്ട് പോകരുത് നീ. PG കഴിഞ്ഞ് PhD എടുക്കണം. അച്ഛനെപ്പോലെ വലിയ പ്രൊഫസറാകണം. പിന്നെ IAS എഴുതണം. അവിടെ നിർത്തണ്ട, ചന്ദ്രനിൽ പോകാം. അവിടുന്ന് ചൊവ്വയിലേക്കും പോകാം. ഒടുവിൽ സൂര്യനിലെത്തി എരിഞ്ഞവസാനിക്കാം. തമാശയല്ല ഗാദേ ഞാൻ പറഞ്ഞത്. എന്നെപ്പോലല്ല നീ. അതെപ്പോഴേ തെളിഞ്ഞു കഴിഞ്ഞു. അനുസരണയോടെ നീ വളർന്നു. സിലബസിന് പുറത്തുള്ളതൊന്നും വായിക്കാതെ, സാഹിത്യം തൊടാതെ നല്ല വഴിയിലൂടെ മാത്രം നടന്നു. ഒടുവിൽ അനുരൂപനായ മാന്യനായ ഒരു മനുഷ്യൻ്റെ ഭാര്യയായി. ഞാനോ? മതി ആത്മനിന്ദ. ആത്മനിന്ദയല്ലിത്, സ്വയം കണ്ടെത്തലാണ്. അതുപോട്ടെ, ഇനി ഞാൻ നാട്ടിൽ വന്ന് പോരുമ്പോൾ നീയും ഉണ്ടാവണം കൂടെ. കുറച്ച് ദിവസം ഇവിടെ ഞങ്ങളുടെ കൂടെ. സ്വർഗം നരകമാക്കാൻ കട്ടുറുമ്പായിട്ട് അല്ലേ? ഓ പിന്നെ കട്ടുറുമ്പ്. അതിൽ കുറച്ചുള്ള സ്വർഗമൊക്കെ മതി എനിക്ക്. പിന്നെ വിനയേട്ടന് വലിയ അഭിപ്രായമാണ് നിന്നെ പറ്റി. നിന്റെ പാഷൻ പത്രവായനയാണെന്ന് പറഞ്ഞത് പുള്ളി ഒരുപാട് ഇംപ്രസ് ചെയ്തു. എങ്കിൽ ഇതുകൂടി പറഞ്ഞേക്ക്, എൻ്റെ പത്രവായന ജനറൽ നോളജ് ഉണ്ടാക്കാനല്ല, സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലിക്ക് വേണ്ടി മാത്രമാണെന്ന്. അതോടെ വിനയൻ സാറിൻ്റെ ഇംപ്രഷൻ മാറിക്കോളും. രേഖ പിന്നെ മിണ്ടിയില്ല. ആ സംഭാഷണം അന്ന് അങ്ങനെ അവസാനിച്ചുവെങ്കിലും കുറേ നേരം കൂടി രേഖ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിലെന്ന് ഗാഥ ആശിച്ചുപോയി. അവളുടെ കോൾ നിലച്ചതും അതുവരെ ഉണ്ടായിരുന്ന ശവക്കോട്ടയിലെ മരവിപ്പ് വീണ്ടും തന്നെ വിഴുങ്ങുന്നത് അവൾ അറിഞ്ഞു. ദിവസങ്ങൾ വെറുതെ ഇരുട്ടി വിളക്കുകയാണ്. പകലും രാത്രിയും തമ്മിൽ വേർതിരിവില്ലാതെയായി. വീടും കോളേജും ഒന്നുപോലെ അവളുടെ ലോകമല്ലാതായി. എവിടെയും തനിച്ച്, മടുത്ത്. മനസ്സാണെങ്കിൽ എത്ര തല്ലിയാലും മര്യാദ പഠിക്കാത്ത തെരുവിലെ കുട്ടിയെപ്പോലെ തരം കിട്ടുമ്പോഴൊക്കെ കഴിഞ്ഞ കാലത്തിൻ്റെ ചെളിക്കുളത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഒരാശ്രമത്തിലേക്കോ ക്ഷേത്രത്തിലേക്കോ എന്ന പോലെ അവൾ രേഖയുടെ വീട്ടിലേക്ക് പോയി. രേഖയുടെ അച്ഛനമ്മമാരോട് സംസാരിച്ചു. രേഖയില്ലാത്ത രേഖയുടെ മുറിയിൽ ഇരുന്നു. അവരൊന്നിച്ച് ചെലവഴിച്ച പഴയ ദിവസങ്ങൾ ഓർമ്മകളിലൂടെ അവിടേക്ക് വീണ്ടും എത്താൻ മനഃപൂർവ്വം ശ്രമിച്ചു. പിന്നെ സ്വന്തം വീട് എന്ന അന്യഗ്രഹത്തിലേക്ക് വീണ്ടും വന്നു കയറി. മത്സര പരീക്ഷകളുടെ ഗൈഡുകളിലേക്ക് ഒട്ടകപ്പക്ഷിയെപ്പോലെ വീണ്ടും തലപൂഴ്ത്തി. വിശ്വനാഥൻ നായർ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ ഒരു കാര്യത്തിലും അയാൾ ഇടപെട്ടില്ല. ഇടയ്ക്ക് ശാരദാമ്മയോട് മാത്രം ചോദിച്ചു, അവൾ ഇന്ന് കോളേജിലേക്കോ അതോ PSC പരീക്ഷയ്ക്കോ പോയിരിക്കുന്നത്? ഉത്തരം പ്രതീക്ഷിതായിരുന്നില്ല ആ ചോദ്യം. എനിക്കറിഞ്ഞുകൂടാ, ശാരദാമ്മ പറഞ്ഞു. അത് സത്യമായിരുന്നു. ശാരദാമ്മയ്ക്കും നിശ്ചയമുണ്ടാവുകയില്ല. ഗാഥ ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ വിശ്വനാഥൻ നായർ മനസ്സിലാക്കിയിരുന്നു. എനിക്കറിയാം, അവളുടെ മനസ്സിലിപ്പോൾ കോളേജില്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടി ഇവിടുന്ന് രക്ഷപ്പെടുക, അതുമാത്രം അവളുടെ ലക്ഷ്യം. ആയിക്കോട്ടെ, ഒന്നിലും എനിക്കിനി അഭിപ്രായമില്ല. ഇടപെടുകയുമില്ല. ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടില്ല. ഇനി ഇടപെട്ടതുകൊണ്ട് ഫലവുമില്ല. അങ്ങനെ പറയാൻ പാടുണ്ടോ? അവളുടെ ഭാവി അത് തുലച്ചത് അവൾ തന്നെയല്ലേ? കോളേജ് അധ്യാപികയാവണമെന്ന് ആശിച്ചവൾ ഇപ്പോൾ ഗുമസ്ത പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത്. നല്ല ഭാവിയുള്ള ജോലി. ശാരദാമ്മയ്ക്ക് അതിന് സമാധാനം പറയാനുണ്ടായിരുന്നില്ല. ഒരു ദിവസം മനസ്സിൽ കുറേയായി വീർപ്പുമുട്ടിയിരുന്ന ആ ചോദ്യം അവർ ഗാഥയോട് ചോദിച്ചു. നീ ക്ലാസ്സിലേക്കുള്ളതൊന്നും വായിക്കുന്നില്ലേ? ഗാഥ മറുപടി പറഞ്ഞില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് മുറിയും പൊതുനിരത്തും തുല്യമായി കഴിഞ്ഞിരുന്നു. രണ്ടിടത്തും ആൾക്കാരുണ്ട്. ഏതൊക്കെയോ ആൾക്കാർ. ശബ്ദങ്ങളുണ്ട്, അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ. അവയ്ക്കിടയിലൂടെ അവൾ നടന്നു പോകുന്നു. ആരെയും തിരിച്ചറിയാതെ, ഒരു ശബ്ദവും കേൾക്കാതെ. പാഠപുസ്തകവും ടെലിഫോൺ ഡയറിയും ഒന്നായി കഴിഞ്ഞിരുന്നു. രണ്ടിലും അക്ഷരങ്ങളുണ്ട്. വികാരലേശമില്ലാത്ത പേജ് മറിച്ചു പോകാം. നിനക്കെന്തു പറ്റി എന്ന് കൂട്ടുകാരും അധ്യാപകരും ചോദിച്ചു തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവരുടെ ചോദ്യങ്ങൾക്കെന്ന പോലെ അമ്മയുടെ ചോദ്യത്തിനും ഉത്തരം കിട്ടിയില്ല. അങ്ങനെ നിവൃത്തിയില്ലാത്ത ഒരു ദിവസം ഗാഥയുടെ വിവരങ്ങൾ ശാരദാമ്മ മുംബൈയിലേക്ക് വിളിച്ചു പറഞ്ഞു. ഗിരിജേ, രാംദാസിന് ലീവ് കിട്ടുമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിവിടെ വരെ വരണം. ഗാഥയുടെ രീതികൾ ഒരുമാതിരിയായിരിക്കുന്നു മോളെ. നീ വന്നാൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവൾക്കൊരു കൂട്ടാവും, ഒരു മാറ്റവും ഉണ്ടാവും. ഞാൻ വരാം അമ്മേ. രാമേട്ടനോട് ചോദിക്കട്ടെ ലീവിൻ്റെ കാര്യം, ഗിരിജ പറഞ്ഞു. അങ്ങനെയൊരു ദിവസം
ഗാഥ കോളേജിൽ നിന്നെത്തിയപ്പോൾ വീട്ടിൽ രാംദാസും ഗിരിജയുമുണ്ട്. 2 മുഖങ്ങളും 2000 ചോദ്യങ്ങളും. ഇതാ മുമ്പിൽ എന്നാണ് അവൾക്ക് പെട്ടെന്ന് തോന്നിയത്. തിരികെ കോളേജിലേക്ക് തന്നെ പോയാലോ എന്നും തോന്നി. അഴിച്ചെറിഞ്ഞ നാറിയ വസ്ത്രം വീണ്ടും എടുത്ത് ധരിക്കുന്നതിലും അസഹ്യമാവും ഇനിയുള്ള ദിവസങ്ങൾ. അവൾ ഓർത്തു. ഇന്ന് ഞാൻ നിന്റെ കൂടെയാണ് കിടക്കുന്നത്. അത്താഴ നേരത്ത് ഗിരിജ അങ്ങനെ പറഞ്ഞതും ഗാഥയ്ക്കുള്ളിൽ നീരസം നിറഞ്ഞു. കാതിൽ കൊതുകിൻ്റെ സംഗീതം നിറയുന്ന ഒരു കാളരാത്രി ഗാഥ മുമ്പിൽ കണ്ടു. ഇത് കുറേയുണ്ടല്ലോ. കോളേജിലിപ്പം ഇതാണോ നിന്റെ വിഷയം? മുറിയിൽ മേശപ്പുറത്ത് കിടന്ന ബാങ്ക് പരീക്ഷാ ഗേഡുകൾ എടുത്തു നോക്കി അത്ഭുതത്തോടെ ഗിരിജ ചോദിച്ചു. തന്നെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം അപ്പപ്പോൾ അമ്മ അറിയിക്കുന്നുണ്ടെന്ന് ഉറപ്പ്. ഈ പെട്ടെന്നുള്ള വരവ് തന്നെ അതുകൊണ്ടാണ്. എന്നിട്ടും ഒന്നും അറിയാത്ത മട്ടിലുള്ള ഗിരിജയുടെ അഭിനയം ഗാഥയ്ക്ക് ഇഷ്ടമായില്ല. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. പകരം കൂടുതൽ ചോദ്യങ്ങളിൽ നിന്നും ഒഴിവാകാൻ ഒരു പുസ്തകം നിവർത്തി. ഉടൻ ആ പുസ്തകം പിടിച്ചു വാങ്ങി മേശമേലിട്ട് ഗിരിജ ചോദിച്ചു. ഉടനെ ഒരു PSC വായന. എന്തു പറ്റി നിനക്ക്? എന്തു പറ്റാൻ? എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു സന്തോഷവും ഇല്ലല്ലോ നിൻ്റെ മുഖത്ത്. ഇത്രയ്ക്കൊക്കെ എന്താ ഉണ്ടായേ? അമ്മ പറഞ്ഞില്ലേ? ഇനി ഞാൻ ആവർത്തിക്കണോ? വേണ്ട. പക്ഷേ അതിനിങ്ങനെ 24 മണിക്കൂറും മൂഡ് ഓഫ് ആവണോ? ആര് പറഞ്ഞിട്ടാണ് നീ ഈ ബാങ്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്നത്? എങ്കിൽ പിന്നെ എന്തിനാ ലിറ്ററേച്ചർ MAക്ക് ചേർന്നത്? അച്ഛനെപ്പോലാവണം എന്ന് 100 വട്ടം പറഞ്ഞവളല്ലേ നീ. എന്താ ബാങ്ക് മാനേജറാണോ നമ്മുടെ അച്ഛൻ? നീ ഒരു അധ്യാപികയായി കാണുന്നതാ അച്ഛൻ്റെ ഇഷ്ടമെന്നറിയില്ലേ? ചേച്ചിക്ക് തെറ്റി. ഞാനിവിടുന്ന് ഒന്ന് പോയി കിട്ടാനാണ് ഇപ്പോൾ അച്ഛൻ്റെ ഇഷ്ടം, ആഗ്രഹവും. നീ ഇങ്ങനെയൊന്നും പറയല്ലേ ഗാഥേ. പറഞ്ഞത് സത്യമാണ് ചേച്ചി. അത്രയ്ക്ക് ഞാൻ വഷളായി കഴിഞ്ഞു. അച്ഛൻ്റെ ഇമേജ്, ആത്മാഭിമാനം. MTയുടെ കഥയിലെ ആ വാക്കുണ്ടല്ലോ, സുഹൃതക്ഷയം. അതാ ഇപ്പോൾ ഞാൻ. ആ ശാപത്തിൽ നിന്ന് ഈ വീടിനെയും അച്ഛനെയും രക്ഷിക്കാനാണ് ഈ PSC ഗൈഡുകൾ. ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാ ഗാഥേ. ഗിരിജ അവളുടെ മുടിയിൽ തലോടി. ആർക്കാ തെറ്റുപറ്റാത്തത്? ചേച്ചിക്ക് പറ്റിയില്ലല്ലോ. രേഖയ്ക്ക് പറ്റിയില്ലല്ലോ. ചെയ്തു പോയ തെറ്റ് എനിക്ക് തിരുത്തണം. 4 ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. 3 എണ്ണത്തിന് അപേക്ഷയും അയച്ചിട്ടുണ്ട്. ചൂണ്ടയിൽ ഏത് മത്സ്യം ആദ്യം കൊത്തുന്നോ അതിനെ ഞാൻ വലിച്ച് കരയ്ക്കിടും. ഇതാണോ നിന്റെ ഫൈനൽ തീരുമാനം? തീരുമാനമല്ല, മുങ്ങിപ്പോകും മുമ്പുള്ള കച്ചിത്തുരുമ്പ്. എങ്കിൽ നീ ഞാനെന്ത് പറയാൻ? ഒന്നും പറയണ്ട. സ്വന്തം ജീവിതം സുഖമായി ജീവിക്കുക. പിന്നെ ചേച്ചി ഇന്നിവിടെ കിടക്കണ്ട. കിടന്നാൽ വീണ്ടും വീണ്ടും ഇതേ സബ്ജക്റ്റ് പറഞ്ഞ് നമ്മുടെ 2 പേരുടെയും സമാധാനം കെടും. അപ്പുറത്ത് രാമുവേട്ടനും മോളും മാത്രമല്ലേ ഉള്ളൂ. അവിടെ പോയി കിടന്നോളൂ. ഒറ്റയ്ക്കാവുന്നതാ ഇപ്പോൾ എനിക്കിഷ്ടവും ശീലവും. ഗിരിജ തിരിച്ചെത്തിയപ്പോൾ രാംദാസ് ചോദിച്ചു. എന്തു പറ്റി ഗാഥയ്ക്ക്? നേരത്തെ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. ഒരുമാതിരി വസന്ത പിടിച്ച കോഴിയെപ്പോലെ ഒരു ഉറക്കം തൂങ്ങിയ മട്ട്. ഏയ്, ഒരു പനി വന്ന് പുറത്തതേയുള്ളൂ. അതിൻ്റെ തളർച്ച, അത്രയേ ഉള്ളൂ. അമ്മ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ രാംദാസിനോട് അവൾ സൂചിപ്പിക്കുക പോലും ചെയ്തിരുന്നില്ല. ഈ യാത്ര പോലും അമ്മയ്ക്ക് വേണ്ടിയാണെന്നാണ് അവൾ പറഞ്ഞത്. മകളെയും പേരക്കുട്ടിയെയും അമ്മയ്ക്ക് കാണാൻ കൊതിയായിട്ട്. 1 വർഷമായല്ലോ നാട്ടിൽ നിന്ന് പോയിട്ട്. പനിയുടെ ക്ഷീണമൊക്കെ എനിക്ക് മനസ്സിലാകും ഗിരിജേ. രാംദാസ് അലസമായെന്ന മട്ടിൽ പറഞ്ഞു. ഇത് അതൊന്നുമാണെന്ന് തോന്നുന്നില്ല. എപ്പോഴും ചിരിച്ചും ബഹളവുമായി നടന്നിരുന്ന ഗാഥയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതവളല്ല. എന്തോ പ്രശ്നമുണ്ട്. നീ ശ്രദ്ധിച്ചോ? വന്നു കയറിയിട്ട് നിമിഷം വരെ അവൾ എന്നോടൊരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ രാമേട്ടാന്നും പറഞ്ഞ് പുറകെ കൂടുന്ന കൊച്ചാണ്. വാട്ട് ഹാപ്പൻ ടു ഹർ? ഒന്നുമില്ലെന്നേ. നേരൊടുപാടായി കിടക്കാം. സ്വിച്ചമർത്തി ഗിരിജ രാത്രിയിൽ മുഖം മറിച്ചു. പക്ഷേ അവൾക്ക് ഉറങ്ങാനായതേയില്ല. മനസ്സ് അടുത്ത മുറിയിലായിരുന്നു. മനസ്സിനേറ്റ ആഘാതവുമായി തൻ്റെ അനുജത്തി ഒരു ഭിത്തിക്കപ്പുറം ഉറങ്ങാതെ കിടക്കുന്നു. എങ്ങനെ രക്ഷിക്കും അവളെ? അടുത്ത ദിവസം രാംദാസ് മനഃപൂർവ്വം പതിവ് തമാശകളുമായി ഗാഥയുടെ അടുത്ത് ചെന്നു. ഉള്ളിൽ തോന്നുന്നത് വെട്ടിത്തുറന്ന് ചോദിക്കുന്നവനാണ് രാംദാസ്. പലപ്പോഴും ഔചിത്യമില്ലാതെ വന്നവൻ്റെ പിറ്റേന്ന് തന്നെ അയാളിൽ നിന്നൊരു ചോദ്യം ഗാഥയുടെ മുഖത്തേക്ക് വീണു. വല്ല പ്രേമനൈരാശ്യവുമാണോ കൊച്ചേ? ഭാഗ്യത്തിന് ഗിരിജ മാത്രമേ അപ്പോൾ അവർക്കിടയിലുണ്ടായിരുന്നുള്ളൂ. പകച്ചുപോയി ഗാഥ, ഗിരിജയും. അവൾ അയാളെ നുള്ളി. രാംദാസ് പക്ഷേ നിർത്തിയില്ല. അല്ല, പെൺപിള്ളേർക്ക് ഈ പ്രായത്തിൽ എങ്ങാനൊരു ഡിപ്രഷൻ വരാൻ മിക്കവാറും അതാവും റീസൺ. ഉള്ളത് രാമേട്ടനോട് പറ. അതാണോ? ഒന്നും പറഞ്ഞില്ല ഗാഥ.
പെട്ടെന്ന് മുറിയിലേക്ക് പോവുകയും ചെയ്തു. വിളറിപ്പോയത് ഗിരിജയാണ്. എന്ത് വർത്താനമാ രാമേട്ടൻ പറഞ്ഞത്? ഇത്ര കോമൺ സെൻസ് ഇല്ലാതായോ? ഗിരിജ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഞാനെന്ത് പറഞ്ഞു? വെറുമൊരു നോർമൽ ഡൗട്ടല്ലേ ചോദിച്ചുള്ളൂ. അതോ ഇനി പ്രശ്നം അതുതന്നെയാണോ? അവളുടെ മട്ടുമാതിരിയും പിന്നെ വീട്ടിലെ മൊത്തം കാലാവസ്ഥ മാറ്റവും കണ്ടിട്ട് അതുതന്നെയാണോ എന്ന എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. രാമേട്ടൻ തൽക്കാലം ഒരു കണക്കും കൂട്ടണ്ട. വേണ്ട, പക്ഷേ അത് പനിയുടെ മൂഡൗട്ടല്ല, ഉറപ്പ്. 4 ദിവസമേ രാംദാസും ഗിരിജയും വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ 4 ദിവസങ്ങളും ഗാദിയെ സംബന്ധിച്ച് ജനലുകളും വാതിലുകളുമില്ലാത്ത ഒരു മുറി പോലെയായിരുന്നു. പ്രാണവായു കിട്ടാതെ അവൾ വലഞ്ഞു. 5-ാം ദിവസം അവർ തിരിച്ചു പോയതും അവൾക്ക് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടി. അവരുടെ അടുത്ത വരവിന് മുമ്പ് ഇവിടം വിടാൻ തന്നെ സഹായിക്കണമേ എന്നവൾ ദൈവത്തോട് അപേക്ഷിച്ചു. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ മത്സരയോട്ടത്തിൽ പെടാത്ത വാരികയാണ് അക്ഷരം. എന്നാൽ അത് ബുദ്ധിജീവികൾക്ക് മാത്രം തിന്നാനുള്ള ഭക്ഷണവുമല്ല. രണ്ടിനും ഇടയിലാണ് അതിൻ്റെ നില. രാജൻ പിള്ള എന്ന വ്യവസായിയാണ് അക്ഷരത്തിൻ്റെ ഉടമ. കേരളത്തിലും ബംഗളൂരുവിലുമായി 4 സ്റ്റാർ ഹോട്ടലുകൾ, 2 സിനിമാശാലകൾ, 3 സ്വർണ്ണപ്പീടികകൾ, അങ്ങനെ പലതുണ്ട് രാജൻ പിള്ളയ്ക്ക് മുഖങ്ങൾ. എന്നാൽ പത്രപ്രവർത്തനത്തോട് പണ്ടേ ഒരു ചായ്വുണ്ടായിരുന്നു. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് 3 വട്ടം കോളേജ് മാഗസിനിൽ എഡിറ്ററായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് ശേഷം അച്ഛൻ്റെ പിൻഗാമിയായി തന്നെ നേരെ ബിസിനസ്സിലേക്ക് മാറി. അവിടെ സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ചു. അപ്പോഴാണ് ഇനി എന്ത് എന്ന ചോദ്യം ഉയർന്നത്. അതിന് കിട്ടിയ ഉത്തരമായിരുന്നു പത്രപ്രവർത്തനം. അങ്ങനെ തുറമുഖ നഗരത്തിൽ അക്ഷരം കണ്ണു തുറന്നു. തുടക്കത്തിൽ മാസിക, പിന്നെ ദ്വൈവാരിക, ഇപ്പോൾ 5 കൊല്ലമായി വാരിക. വിനയൻ അക്ഷരത്തിൻ്റെ ജോലിക്കെത്തും മുമ്പ് ഫ്രീലാൻസറായിരുന്നു. ഒപ്പം ഒരു സ്വകാര്യ കോളേജിൽ ഗസ്റ്റ് അധ്യാപകൻ്റെ പണിയും. അക്ഷരത്തിനു വേണ്ടി ചെയ്ത ചില ഫീച്ചറുകളാണ് ഒരു ദിവസം അയാളെ സബ് എഡിറ്റർ കസേരയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അക്ഷരത്തിൻ്റെയും രാജൻ പിള്ളയുടെയും മനസാക്ഷിയാണ് എഡിറ്റർ ഇൻചാർജ് വിനയൻ. നല്ല എഴുത്തുകാരുടെ മിത്രവും. രേഖയ്ക്കാവട്ടെ താനൊരു വിചിത്ര ലോകത്തെത്തിയതാണ് തോന്നിയത്. 1500ഓളം പുസ്തകങ്ങൾ നിറഞ്ഞ ഹോം ലൈബ്രറി, ഇംഗ്ലീഷും മലയാളവും മാഗസീനുകൾ, ഇതെല്ലാം റാക്കുകളിൽ ക്രമീകരിക്കാൻ തന്നെ വേണ്ടി വന്നു 2 ദിവസങ്ങൾ. ഒരു കച്ചവടക്കാരൻ്റെ ഭാര്യ കേൾക്കുക ചരക്കിൻ്റെയും നോക്കുകൂലിയുടെയും സെയിൽസ് ടാക്സിൻ്റെയും വർത്തമാനമാണ്. ഒരു ബാങ്ക് മാനേജറുടെ ഭാര്യ കേൾക്കുന്നത് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ലോണിൻ്റെയും ശബ്ദമാണ്. ഒരു പത്രാധിപരുടെ ഭാര്യയോ കഥയുടെയും കവിതയുടെയും ലേഖനത്തിൻ്റെയും കാർട്ടൂണിൻ്റെയും ശബ്ദം. രേഖ അത്ഭുത ലോകത്തിലെ ആലീസായി കൊച്ചിയിൽ താമസം ആരംഭിച്ച ദിവസം തന്നെ ഫോണിൽ ആദ്യം കേട്ടത് ഒരു യുവകവിയുടെ ഒച്ചയായിരുന്നു. മിസ്സസ് ആണല്ലേ? അതെ. നമസ്കാരം, ഞാൻ പ്രേം പ്രകാശ്. രേഖയ്ക്ക് വിശേഷിച്ചൊന്നും തോന്നിയില്ല. വിവാഹത്തിന് വരാൻ പറ്റിയില്ല. ഞാൻ ഹരിദ്വാറിലായിരുന്നു. വിനയൻ സാറിനോട് പിണങ്ങരുതെന്ന് പറയണം. വിനയേട്ടൻ കുളിക്കുകയാണ്. എൻ്റെ കവിത വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? സോറി, ഞാൻ കവിത വായിക്കാറില്ല. കുളി കഴിഞ്ഞു വന്ന വിനയൻ ഇത് കേട്ടതും അമ്പരപ്പോടെ രേഖയെ നോക്കി. യുവകവികളുടെ ഇടയിലാണ്. ത്വിജാലയാണ്. മുൻ നക്സലൈറ്റ്. നീ കേട്ടിട്ടില്ലേ കവിയെ? പ്രേംപ്രകാശ്. ഇല്ല. സാരമില്ല, ഇനി മറക്കാതിരുന്നാൽ മതി. പ്രേം ചിലപ്പോൾ ഇനിയും വിളിക്കും, ഇവിടെ വരികയും ചെയ്യും. പ്രേംപ്രകാശ് മാത്രമല്ല, മറ്റു പല ജീനിയസുകളും. എനിക്ക് ജീനിയസുകളെ ഇഷ്ടമല്ല. അതെന്താ? വിനയൻ ചിരിച്ചു. ജീനിയസുകളൊക്കെ ഹൃദയമില്ലാത്തവരാണ്. വഞ്ചകരോ? അത്ഭുതത്തോടെ വിനയൻ രേഖയെ നോക്കി. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അബദ്ധമായി പോയെന്ന് രേഖയ്ക്ക് തോന്നിയത്. പക്ഷേ വിനയൻ വിട്ടില്ല. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞുവെന്നായി. ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞു. വിനയന് വിശ്വാസമായില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവൾക്ക് ഗാഥയുടെ അനുഭവം പറയേണ്ടി വന്നു. ഞെട്ടിപ്പോയി വിനയൻ. ഗൗതം രാഘവനോ? അതെ, അയാൾ തന്നെ. നെവർ. ഞാനത് വിശ്വസിക്കില്ല. പിന്നെ എൻ്റെ കഥ കള്ളം പറയുകയാണെന്നോ? എന്നല്ല പറഞ്ഞത്. പക്ഷേ ഗൗതം രാഘവനിൽ നിന്നും ഇങ്ങനെയൊരു ഇല്ല, ഒരിക്കലുമില്ല. അടുത്തറിയാമോ വിനയേട്ടൻ അയാളെ? ഒരു എഡിറ്ററും എഴുത്തുകാരനുമായുള്ള ബന്ധം, അടുത്ത ബന്ധം. ഞാനും ഗൗതം സാറും തമ്മിലുണ്ട്. എൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം ഞങ്ങളുടെ വാരികയ്ക്ക് അദ്ദേഹം ഒരിക്കലൊരു കഥ തന്നിട്ടുണ്ട്.
അത്രയല്ലേ ഉള്ളൂ. ഗാഥയോടുള്ളത് അല്ല ഉണ്ടായിരുന്നത്, ആ ബന്ധമല്ല, അതിനൊക്കെ അപ്പുറമാണ്. എന്നിട്ട് പ്രേമം നടിച്ച്, നുണ പറഞ്ഞ്, ചീത്ത ഉദ്ദേശത്തോടെ അയാൾ. രേഖ, എന്തൊക്കെയാ നീ പറയുന്നത്? സത്യം. ആരെപ്പറ്റിയാണ് പറയുന്നതെന്നറിയാമോ? മലയാള നോവലിലെ ഏറ്റവും ശക്തനായ. മലയാളം നോവലിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് എൻ്റെ ഗാഥയുടെ അനുഭവമാണ്. എന്തനുഭവം? അതൊക്കെയുണ്ട്. അതൊരു ചതിയുടെ കഥയാണ്. ഒരു സ്റ്റേജ് വരെ ആ ചീറ്റിങ്ങിന് ഞാനും സാക്ഷിയായിരുന്നു. വിനയേട്ടന് അറിയില്ല. അവളുടെ പഠിത്തം, ഭാവി, മനസ്സമാധാനം, നല്ലൊരു വിവാഹാലോചന എല്ലാം തുലച്ചത് ഈ ഒരൊറ്റയാളാണ്, ഗൗതം രാഘവൻ. നുണയനാണയാൾ, നീചനാണയാൾ. ആ പേര് എനിക്കിനി കേൾക്കണ്ട. ഒരു പുകമുറിയിൽ എന്ന പോലെ കണ്ണുകൾ കലങ്ങി ചുവന്ന് വിനയൻ നിന്നു. അടുത്ത അധ്യായം നാളെ.